യുവതിക്കെതിരായ വ്യാജമോഷണ കുറ്റാരോപണത്തിലെ എഫ്ഐആർ ഇതുവരെയും റദ്ദാക്കിയില്ല. വ്യാജ കേസ് നൽകിയ വീട്ടുടമസ്ഥയ്ക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിലും മൗനമാണ്. എസ്ഐയെ മാത്രം സസ്പെൻഡ് ചെയ്ത് പേരുക്കട സ്റ്റേഷനിലെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥർക്കും സംരക്ഷണം നൽകുകയാണ്. യുവതിയുടെ പരാതിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയേക്കും. അതേസമയം ഈ ദളിത് സ്ത്രീക്കെതിരായ പോലീസ് നടത്തിയ അതിക്രമത്തിൽ സർക്കാരിനെതിരെ പ്രചാരണം നടത്താൻ പ്രതിപക്ഷം ഒരുങ്ങുകയുമാണ്. അഖിൽ പാലോട്ടുമഠം ചേരുന്ന വിവരങ്ങളുമായി. അഖിൽ, തൽക്കാലം ഒന്ന് തടിയൂരാനായി എസ്ഐക്ക് ഒരു സസ്പെൻഷൻ നൽകി എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഉയർത്തിയ വിഷയം അവിടെ തന്നെ നിൽക്കുകയാണ്. ഒരു വ്യാജ കേസാണ് ഉണ്ടായിരിക്കുന്നത്, അത് എഫ്ഐആർ ഇട്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഈ മാല തിരിച്ചു കിട്ടിയതിന് ശേഷവും ഈ സ്ത്രീക്ക് അതിൽ പങ്കില്ല എന്ന് മനസ്സിലായതിനു ശേഷവും ഒക്കെയും എന്തുകൊണ്ടാണ് ആ എഫ്ഐആർ റദ്ദാക്കാതിരിക്കുന്നത്? അതിന് സാങ്കേതികത്വം പറയുന്നത് എന്താണ് പോലീസ്? വീണ, കേരള സർക്കാർ 5ാം വാർഷികത്തിലേക്ക് പോകുന്നതിന് മുമ്പ് 4ാം വാർഷികാഘോഷങ്ങളുടെ സമാപനത്തിനോടനുബന്ധിച്ച് പാലക്കാട് പട്ടികജാതി പട്ടികവർഗ സംഗമം നടത്തുകയും കഞ്ചാവ് കേസിലെ പ്രതിയായ വേടന്റെ പാട്ട് നടത്തുകയും ചെയ്യുന്ന അതേ ദിവസം തന്നെയാണ് ഒരു ദളിത് സ്ത്രീയെ കള്ള കുറ്റം ആരോപിച്ച് കേരളത്തിന്റെ പോലീസ് പിടിച്ചിരുത്തുകയും അവർക്കെതിരെ ജാതി അധിക്ഷേപം നടത്തുകയും അവരെ വേട്ടയാടുകയും ചെയ്യുന്നത് എന്നതാണ് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കുന്നത്. അവർ ചെയ്യാത്ത ഒരു കുറ്റം അവരുടെ മേൽ ആരോപിക്കുകയാണ് പോലീസ് ഇത്തരത്തിൽ അവരോട് നടപടി ആരോപിച്ചത്. അതിൽ പ്രധാനമായും അവരല്ല കുറ്റം ചെയ്തതെന്ന് തെളിയിച്ചിട്ട് പോലും അല്ലെങ്കിൽ തെളിഞ്ഞിട്ട് പോലും ആ സ്ത്രീക്കെതിരെ അതിക്രമം നടത്തി അല്ലെങ്കിൽ ആ സ്ത്രീയെ മാനസികമായി വേട്ടയാടിയ കേരളത്തിലെ പിണറായിയുടെ പോലീസിനെതിരെ ഒരു നടപടിയുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായി നിൽക്കുന്നത്. അതിൽ പ്രധാനമായും ഒരു എസ്ഐയെ മാത്രമാണ് സസ്പെൻഡ് ചെയ്ത്, അതിൽ ഹൗസ് എസ്ഐ മാത്രമാണ്, പേരൂർക്കട സ്റ്റേഷനിലെ എസ്ഐയെ മാത്രം സസ്പെൻഡ് ചെയ്തു. ബാക്കി ഉണ്ടായിരുന്ന ഒരു പോലീസുകാർക്കെതിരെയും നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. മറ്റൊരു കാര്യം കൂടി ചേർത്തു പറയാനുള്ളത്, അതിൽ ആ ദളിത് സ്ത്രീ അനുഭവിക്കേണ്ടി വന്ന കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ആ എഫ്ഐആർ അടക്കം റദ്ദ് ചെയ്യണമെന്ന ആ സ്ത്രീയുടെ ആവശ്യത്തെ പോലും മുഖവിലക്കെടുക്കാൻ സർക്കാർ തയ്യാറായില്ല എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനോടൊപ്പം നമുക്ക് ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു മറ്റൊരു കാര്യം, ദളിത് സ്ത്രീക്ക് നേരിടേണ്ടി വന്ന ഈ അതിക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് BJP അടക്കം ഇന്നലെ BJPയുടെ മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ അടക്കമുള്ള നേതാക്കളെല്ലാവരും ബിന്ദുവിനെ സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പരിപൂർണ പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷം ഈ ദളിത് വിരുദ്ധത, സർക്കാരിന്റെ ദളിത് വിരുദ്ധത ഉയർത്തിക്കാട്ടി ഒരു പ്രചരണം നടത്താൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്ന് സർക്കാരിന്റെ 5ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഈ ദിവസം സംസ്ഥാന വ്യാപകമായ കരിദിനം ആചരിക്കാനാണ് UDF തീരുമാനമെടുത്തിരിക്കുന്നത്. നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ പൊതുയോഗങ്ങളും അതുപോലെ തന്നെ കരിദിനവും ആചരിക്കാനാണ് UDF തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും സമരം, സർക്കാരിനെതിരായ ഈ ദളിത് വിരുദ്ധതയ്ക്കെതിരായ സമരം ശക്തമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷം അടക്കമുള്ള BJP അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനോടൊപ്പമാണ് ഇതിൽ എഫ്ഐആർ അടക്കം റദ്ദ് ചെയ്യാത്ത സാഹചര്യത്തിൽ ഒരിക്കൽ കൂടി ബിന്ദുവിന്റെ മൊഴി രേഖപ്പെടുത്താനുള്ള സാഹചര്യവും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. വീണ, ബിന്ദുവിന് മറ്റൊരു ആവശ്യം കൂടി ഉണ്ടല്ലോ അഖിൽ, ഈ മാല എങ്ങനെയാണ് കാണാതായത്? അതാരാണ് ആ മാല മാറ്റിയത്? ഈ കാര്യം കൂടി അന്വേഷണ വിധേയമാക്കണമെന്ന് ബിന്ദു ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇങ്ങനൊരു കള്ളക്കേസ് എന്തിന് ഉണ്ടായി എന്നുള്ളത് വളരെ പ്രധാനമാണ്. പക്ഷെ അതിലേക്ക് പിന്നീട് പോലീസ് കടന്നിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 2 കാര്യങ്ങളാണ് ബിന്ദു ആവശ്യമായി മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, ഇത്തരത്തിൽ തനിക്കെതിരെ അതിക്രമം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകണം. തനിക്കെതിരെ ആരോപിക്കപ്പെട്ട കേസിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകണം. ആരാണ് ഈ മാല മാറ്റിവെച്ചത്, തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് ആരാണ്, തന്നെ കുറ്റക്കാരിയാക്കിയത് ആരാണ് എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു സമഗ്രമായ അന്വേഷണം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ തനിക്കെതിരെ ചുമത്തിയ കള്ളക്കേസിലെ എഫ്ഐആർ റദ്ദ് ചെയ്യണം. ഇങ്ങനെ ആവശ്യങ്ങളാണ് ബിന്ദു കഴിഞ്ഞ ദിവസം സഹായവുമായി എത്തിയ മുഴുവൻ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളോടും സർക്കാർ സംവിധാനത്തിനോടും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, എങ്ങനെയാണ് ഈ മാല മോഷണം പോകുന്നത്, അല്ലെങ്കിൽ ആരാണ് മാറ്റിവെക്കുന്നത്, എന്തിനാണ് ബിന്ദുവിന് മേൽ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരാനുണ്ട്. ആ കാര്യത്തിൽ ഒരു അന്വേഷണം വേണമെന്ന ബിന്ദുവിന്റെ ആവശ്യം ഇതുവരെ സർക്കാരും പോലീസും മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിലപ്പോൾ എഫ്ഐആർ മാറ്റുന്നതിനോടൊപ്പം അല്ലെങ്കിൽ എഫ്ഐആർ റദ്ദാക്കുന്നതിനോടൊപ്പം മറ്റു പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി മാറ്റി നിർത്തി ഒരു അന്വേഷണം നടത്താനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര
ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ദേശീയ പട്ടികജാതി കമ്മീഷനും ഒക്കെ തന്നെ പരാതി നൽകുന്ന കാര്യമടക്കം ബിന്ദുവിന്റെ പരിഗണനയിലുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സർക്കാർ ഈ കാര്യത്തിൽ ഒരു ദളിത് സ്ത്രീയെ, ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു വീട്ടമ്മയ്ക്ക് നേരെ സർക്കാർ നടത്തിയ, കേരളത്തിലെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. വീണ. ഓക്കെ, ശരി അഖിൽ.